ചേട്ടൻ ഈ പ്രദേശവാസിയാണോ? ഈ പ്രദേശവാസിയാണ്. കത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങൾ അവിടെ നിന്ന് പണിയെടുക്കായിരുന്നു. ഇത് ഈ സംഭവം നടക്കുമ്പോൾ ഇവിടെ ഇവിടെ അടുത്ത് തന്നെ കാണുന്ന വീട്ടിലാണ് ഉണ്ടായത്. പണിയെടുത്തോണ്ടിരിക്കുകയായിരുന്നു. അവിടെ ഗംഭീരമായിട്ടുള്ള ഒരു സൗണ്ട് കേട്ടപ്പോൾ പുറത്തോടി നിന്നുകൊണ്ടിരിക്കുമ്പോൾ തീ ആളി പടർന്നതാണ് കണ്ടത് ഞങ്ങൾ. പിന്നെ ഞങ്ങൾ ഒന്നും നോക്കാൻ പോയില്ല, അങ്ങോട്ട് ഓടി. ഞങ്ങൾ റോഡിലേക്ക് ഓടി. ഇവിടെ നിൽക്കാൻ പറ്റില്ല, അത്രയും ഇതായിരുന്നു, ഭീകരമായിരുന്നു. അത്രയും ഭീകരമായിട്ടുള്ള തീയും പുകയും വെട്ടുകെട്ടൊക്കെ അവിടെ വന്നിട്ട് പൊട്ടിയത്. ഞങ്ങൾ ഇരിക്കാൻ അവിടെ വന്നിട്ട് പൊട്ടിയതല്ലേ ഒരെണ്ണൊക്കെ പൊട്ടിയുള്ളത്. പൊട്ടിത്തെറിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഓടി. ഞങ്ങൾ റോഡിലേക്ക് ഇറങ്ങി ഓടി. ഇവിടെ പല ഷെഡുകളായിട്ടാണല്ലോ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അത് എല്ലാ ഷെഡുകളും ഇപ്പോൾ ഒരുപോലെ തീ പടർന്നു പിടിക്കുമായിരുന്നു. അതെന്താ അത് അങ്ങനെ എനിക്കറിയില്ല. ഒരു സ്ഥലത്തു നിന്നാണ് ഞങ്ങൾക്ക് ഒരു ഇത് കണ്ടത്. പിന്നെ കംപ്ലീറ്റ് എല്ലാ സ്ഥലത്തും ഒപ്പം തീയും പടർന്നു കണ്ടത്. ഒപ്പമാണ് തീ കണ്ടത്. ഞങ്ങളിങ്ങനെ കാണുന്ന വീട് അതിൻ്റെ അപ്പുറത്തുനിന്നാണ് ഞങ്ങൾ പണിയെടുക്കുന്നത്. അവിടെ പാടത്തി വന്നിട്ട് നോക്കുമ്പോൾ ആകെ കത്തിപ്പടരാണ് കണ്ടത്. പിന്നെ ഞങ്ങൾ ഇതായിട്ടില്ല. എപ്പോഴും ഇപ്പോഴും വെടിക്കോപ്പുകൾ പൊട്ടിത്തെറിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സ്വാതി, നമ്മൾ പറഞ്ഞു തരേണ്ടതില്ലല്ലോ. ഇവിടെ നിൽക്കുമ്പോൾ നേരിട്ട് അവിടെ ഒരു ഭാഗത്ത് നിന്നുള്ള പടക്കശേഖരങ്ങൾ പൊട്ടിത്തെറിക്കുന്നതായിട്ടുള്ള ദൃശ്യങ്ങളും അതിൻ്റെ ശബ്ദവുമാണ് നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം. അത്തരത്തിൽ അപകട സാഹചര്യങ്ങൾ ഇപ്പോഴും അവിടെ പൂർണ്ണമായി ഒഴിഞ്ഞിട്ടില്ല. മാത്രമല്ല അവിടേക്ക് തീ നിയന്ത്രണ വിധേയമാക്കുന്നതിനടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കാനും കഴിഞ്ഞിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അല്പം ദുഷ്കരമാണ്. കാരണം അവിടെ ഇത്രയേറെ ദൈർഘ്യത്തിലാണ് റോഡ് ആക്സസ് വളരെ കുറവാണ്. ഒരു ഭാഗത്തു കൂടി മാത്രമേ ഇങ്ങോട്ടേക്ക് കയറാനാവുകയുള്ളൂ. പക്ഷേ അവിടെ കയറാനാകുന്ന ഭാഗത്ത് പോലും ഒരു 200 മീറ്റർ അപ്പുറം വാഹനം നിർത്തിയിടണം. അവിടെ നിന്നും ഈ ഫയർഫോഴ്സിൻ്റെതായിട്ടുള്ള ഫയർ എക്സ്റ്റിങ്ക്വിഷിംഗ് സംവിധാനങ്ങൾ അവിടേക്ക് എത്തിക്കുക എന്നുള്ളതും പ്രയാസകരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ വേഗത്തിൽ കൊണ്ടുപോവുക എന്നുള്ളതും നിലവിലെ സാഹചര്യത്തിൽ ദുഷ്കരമാണ്. അതുകൊണ്ട് തന്നെ തീ നിയന്ത്രണ വിധേയമാക്കാൻ, അപകടം നിയന്ത്രണ വിധേയമാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുമില്ല എന്ന് തന്നെ വേണം പറയാൻ. ഏതായാലും വലിയ അപകടമാണ്, നാടിനെ നടുക്കിയ ഒരു സംഭവമായി ഇതിനോടകം തന്നെ ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. നിലവിലെ സാഹചര്യത്തിൽ 3 മരണങ്ങളാണ് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇവരാരൊക്കെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. അത്തരം വിവരങ്ങൾ കൂടി നമുക്ക് ശേഖരിക്കേണ്ടതുണ്ട്. നിലവിൽ ആരോഗ്യ സംവിധാനങ്ങളും എമർജൻസി സംവിധാനങ്ങളുമെല്ലാം ഈ സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനത്തിനാണ് പ്രഥമ പരിഗണന നൽകി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിന് പുറമെ തൃശ്ശൂർ ജനറൽ ആശുപത്രിയിലും ക്രമീകരണങ്ങളൊക്കെ ഒരുക്കാൻ ആരോഗ്യമന്ത്രി ഇതിനോടകം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സമീപത്തെ മറ്റ് ആശുപത്രികളും സജ്ജമായിരിക്കണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. നിലവിൽ ഇപ്പോഴത്തെ എന്തായാലും അവിടുത്തെ കാഴ്ചകളിൽ നിന്നും ദൃശ്യങ്ങളിൽ നിന്നും കാര്യങ്ങളുടെ വ്യാപ്തി വ്യക്തമാണ് എന്നുള്ളതാണ്. അതിദാരുണമായിട്ടുള്ള നാടിനെ നടുക്കുന്ന സംഭവം തന്നെയാണ്. തൃശ്ശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് പുരയിൽ സ്ഫോടനമുണ്ടായി എന്നുള്ളത്, അതിൽ 3 പേരുടെ ജീവൻ നഷ്ടമായി എന്നുള്ള വിവരം കൂടി ഒരു സമയത്ത് വരുന്നുണ്ട്. പൂരത്തിന്റെ ഭാഗമായി തിരുവമ്പാടിക്ക് വേണ്ടി വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്ന സ്ഥലത്താണ് സ്ഫോടനമുണ്ടായത്. 40-ലധികം ആളുകൾക്ക് പരിക്കുണ്ട് എന്നുള്ളതായിരുന്നു പ്രാഥമികമായിട്ടുള്ള വിവരം. എന്നാൽ ഇതിന്റെ വ്യാപ്തി എത്രമാത്രമാണ് എന്നുള്ള കാര്യങ്ങളിൽ അടക്കം കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അല്പസമയം മുൻപ് ആരോഗ്യമന്ത്രി വീണ ജോർജ് നമ്മളോട് പ്രതികരിച്ചിരുന്നു. ഇക്കാര്യത്തിൽ മെഡിക്കൽ കോളേജിലേക്ക് എത്തുമ്പോൾ അവർക്ക് വേണ്ട ചികിത്സ നൽകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലെല്ലാം സജ്ജമാണ്. കൂടുതൽ വിദഗ്ധ ഡോക്ടർമാരെ, ആരോഗ്യ വിദഗ്ധരെയൊക്കെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി പറഞ്ഞിരുന്നു. എന്തായാലും ലെവിൻ ഈ കാര്യം പറയുമ്പോൾ ലെവിൻ അല്പസമയം മുൻപാണ് അവിടെ വന്ന് അവരോട് സംസാരിച്ച് മടങ്ങിയത് എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. 1:30 കൂടിയിട്ടാണ് ലെവിൻ മടങ്ങുന്നത്. എങ്ങനെയാണ് ഈ ഒരു പ്രവർത്തികളൊക്കെ നടക്കുന്നത്, സുരക്ഷിതമായി തന്നെ ഈ ഒരു പ്രവർത്തികൾ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞതിന് ശേഷം ലെവിൻ മടങ്ങി. അതിന് പിന്നാലെയാണ് ഈ ഒരു സ്ഫോടനമുണ്ടായത് എന്ന് പറയുമ്പോൾ അത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് താങ്ങാനാകാത്ത ഒരു സ്ഥിതിവിശേഷമാണ്. ഇപ്പോഴും അവിടെ തുടർ സ്ഫോടനം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് കാഴ്ചകളിൽ നിന്നും വ്യക്തമാകുന്നത്. അത് ഞെട്ടിക്കുന്നത് തന്നെയാണ്. അവിടേക്ക് എത്തിപ്പെടാൻ ആളുകൾക്ക് പറ്റാത്ത ഒരു സാഹചര്യം രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുന്നുണ്ട്, ശ്രമകരമാക്കുന്നുണ്ട്. ഫയർഫോഴ്സിന് അടക്കം ഈ ഒരു രക്ഷാപ്രവർത്തനത്തിലേക്ക് എത്തണമെങ്കിൽ എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ അവിടെ ഉള്ളത് എന്നുള്ളതാണ്. വലിയ ഒരു പാടശേഖരത്തിൻ്റെ നടുക്കാണ് ഈ വെടിക്കെട്ട് നിർമ്മാണശാലയുള്ളത്. 6 ഏക്കറോളം സ്ഥലത്താണ് വെടിക്കെട്ട് നിർമ്മാണശാല പ്രവർത്തിക്കുന്നത്. നേരത്തെ അവിടെ നിന്നുമുള്ള പ്രദേശവാസി അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാകുന്നത് സ്ത്രീകളടക്കമുള്ള ആളുകൾ അവിടെ അതിലുണ്ട് എന്നുള്ള കാര്യം കൂടി വരുന്നുണ്ട്. ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രമാത്രം വലിയതാണ് എന്ന് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതിൽ കൂടുതൽ വിവരങ്ങൾ വരേണ്ടതുണ്ട്. അത് ഈ രക്ഷാപ്രവർത്തനം പൂർണ്ണമായാൽ മാത്രമേ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രമാത്രമാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആസിഫ് അവിടെ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ആസിഫ്,
എന്തായാലും വലിയ ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത്. 3 പേരുടെ ജീവൻ നഷ്ടമായി എന്നുള്ള പ്രാഥമിക വിവരം ആണ് ഈ ഒരു സമയത്ത് വരുന്നത്. ഇത് എത്രമാത്രം വലിയൊരു ദുരന്തമായി മാറിയിരിക്കുന്നു ആസിഫ്? തീർച്ചയായും ഒരു തൃശ്ശൂർ മുണ്ടത്തിക്കോട് നിന്നുണ്ടായ അപകടം എന്ന് പറയുന്നത് നമ്മൾ ഈ അടുത്ത കാലത്തുണ്ടായ ഒരു തിരുവമ്പാടിയുടെ ഇതുമായി ബന്ധപ്പെട്ട് നിർമ്മാണം നടത്തുന്ന സമയത്ത് അങ്ങനെ അപകടം ഉണ്ടാകേണ്ട മുഴുവൻ സാഹചര്യവും ഒഴിവാക്കിയാണ് സാധാരണഗതിയിൽ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാറുള്ളത്. പക്ഷേ ഇന്ന് എന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം ലഭിക്കുന്നത് കാരണമോ മറ്റു കാര്യങ്ങളോ ആർക്കും ഒരു സൂചന പോലും ഇല്ല എന്നുള്ളതാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ സുരക്ഷിതമായ രീതിയിൽ തന്നെ ആണ് അവിടെ ഓരോ പ്രവർത്തനങ്ങൾ നടക്കാറ്. കൃത്യമായ നിരീക്ഷിച്ച് മാത്രമാണ് നടക്കാറ്. അവിടെ പണിയെടുക്കാൻ വരുന്ന തൊഴിലാളികളെ അടക്കം അവരുടെ കയ്യിൽ മറ്റ് തീ പടരാൻ സാധ്യതയുള്ള ഒരു ഉപകരണങ്ങളും ഇല്ല എന്ന് ഉറപ്പുവരുത്തി മാത്രമാണ് പണിയിലേക്ക് പ്രവേശിപ്പിക്കാറുള്ളത്. അങ്ങനെ അത്രത്തോളം സുരക്ഷിതമായി നടക്കുന്ന ഒരു നിർമ്മാണ പ്രവർത്തനമാണ് സാധാരണഗതിയിൽ ഈ ഒരു തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുള്ള വെടിക്കെട്ട് പുരയുടെ ഒരുക്കങ്ങൾ എന്ന് പറയുന്നത്. ഒരു 5 മുതൽ 10 വരെ ഉള്ള വെടിക്കെട്ട് പുരകൾ ഇതിനായി പ്രത്യേകമായി തയ്യാറാക്കി അതിനെ ഒരു നിശ്ചിത അകലമൊക്കെ നിശ്ചയിച്ചുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്തത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3:00 കൂടിയാണ് ഇത്തരത്തിൽ അവിചാരിതമായി ഒരു സ്ഫോടനം ആദ്യമായി തന്നെ ഒരു വെടിക്കെട്ട് പുരയിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് അത് അതിവേഗം പടരുന്ന ഒരു ഘട്ടമായിരുന്നു. നമുക്കറിയാം തൃശ്ശൂർ പൂരത്തിന് ദിവസങ്ങൾ മാത്രമേ ഉള്ളതിനാൽ കൂടുതൽ വെടിക്കോപ്പുകളും വെടിമരുന്നുകളും അടക്കം സംഭരിക്കുന്ന ഒരു ദിവസങ്ങൾ കൂടിയാണിത്. മാത്രമല്ല ലെവിൻ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ് ഇന്ന് ലെവിൻ വന്ന് ഷൂട്ട് ചെയ്തു പോയ ഒരു കാര്യം. നമ്മൾ സാധാരണഗതിയിൽ ഇതിന്റെ വെടിക്കെട്ട് പുരയുടെ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷവും ഇത്തരത്തിൽ വാർത്തകൾ ചെയ്യാറുള്ളതാണ്, ന്യൂസ് സ്റ്റോറികൾ ചെയ്യാറുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ഷൂട്ടിങ്ങിലാണ് ഇന്ന് 2:30 കൂടി ലെവിൻ അവിടെ നിന്ന് മടങ്ങുന്ന ഒരു ഘട്ടം ഉണ്ടായത്. അതിന് പിന്നാലെ അവർ തൃശ്ശൂരിലേക്ക് എത്തുന്ന ഒരു സമയത്താണ് ഇത്തരത്തിൽ വലിയ സ്ഫോടനം ഉണ്ടായതായിട്ടുള്ള ഒരു വിവരം ലഭിക്കുകയും പിന്നീട് ആ സ്ഥലത്തേക്ക് തിരിച്ചെത്തുകയും ചെയ്തത്. അതിൽ തന്നെ ലെവിൻ വിവരിക്കുന്നുണ്ട്. കാരണം അന്ന് രാവിലെ വന്ന് കണ്ട സമയത്തെ ആ വെടിപ്പുരകൾ മുഴുവൻ അത് കത്തി അമർന്ന് പോയിരിക്കുകയാണ്. ഇപ്പോഴും 1 മണിക്കൂർ പിന്നിട്ട ശേഷം ഇപ്പോഴും അവിടെ വലിയ രീതിയിലുള്ള സ്ഫോടന ശബ്ദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 3 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. കൂടുതൽ ആളുകൾക്ക് ജീവൻ അപകടത്തിലുണ്ടായേക്കാമെന്നുള്ള ഒരു സംശയം അത് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട നാട്ടുകാർ അടക്കം പ്രകടിപ്പിക്കുന്ന ഒരു ഘട്ടമുണ്ട്. മാത്രമല്ല ആംബുലൻസുകൾക്കടക്കം ഇപ്പോൾ മാത്രമാണ് ആ പ്രദേശത്തേക്ക് പൂർണ്ണമായ രീതിയിൽ അങ്ങോട്ട് ഫയർഫോഴ്സിനടക്കം എത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അതിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ട് തീയണയ്ക്കാൻ കഴിയുന്ന പൂർണ്ണമായുള്ള സാഹചര്യത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അവിടെ നിന്ന് ലൈവ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ അവിടെ സ്ഫോടന ശബ്ദങ്ങൾ നിരന്തരം കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്ര തൊഴിലാളികൾ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് എന്ന് സംബന്ധിച്ചുള്ള വ്യക്തമായ കണക്ക് ലഭിക്കണം. അവരിൽ എത്ര പേർ രക്ഷപ്പെട്ടു എന്ന്, എത്ര പേർക്ക് പരിക്കേറ്റു എന്നുള്ള കൃത്യമായ ഔദ്യോഗികമായ ഒരു കണക്കുകൾ പുറത്തു വന്നിട്ടില്ല. എന്നാൽ കൂടുതൽ ആരോഗ്യ പ്രവർത്തകരെയും പോലീസ് സന്നാഹങ്ങളെയും ആംബുലൻസുകളെയും അടക്കം സ്ഥലത്തേക്ക് അയക്കാനുള്ള ഒരു നിർദ്ദേശം ഇപ്പോൾ ജില്ലാ ഭരണകൂടവും ആരോഗ്യമന്ത്രി നേരിട്ട് അടക്കം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൃശ്ശൂർ മെഡിക്കൽ കോളേജ് പൂർണ്ണ സജ്ജമാക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് തൃശ്ശൂർ ജനറൽ ഹോസ്പിറ്റലിലേക്ക് കൂടുതൽ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്താനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും 40ഓളം തൊഴിലാളികളാണ് അവിടെ ആ ഒരു സമയത്ത് പണിയെടുത്തത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സാധാരണഗതിയിൽ ഒരു 7-ലധികം വെടിപ്പുരകൾ ഉണ്ടെങ്കിൽ ഒരു വെടിപ്പുരയിൽ തന്നെ 10ഓളം തൊഴിലാളികൾ പണിയെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് ഈ വെടിമരുന്ന് നിറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട അതിവൈദഗ്ധ്യം ലഭിച്ച തൊഴിലാളികളാണ് ഉണ്ടാവുക. പിന്നീട് ഇതിന്റെ കെട്ടടക്കമുള്ള കാര്യങ്ങൾക്ക് മറ്റു തൊഴിലാളികൾ ഉണ്ടാകും. അങ്ങനെ സ്ത്രീകൾ അടക്കമുള്ള തൊഴിലാളികൾ ഓരോ ജോലികൾ തരംതിരിച്ചു കൊടുക്കുകയും അത് ക്രമപ്പെടുത്തി ചെയ്തു വരുന്ന ഒരു ഘട്ടമാണ് സാധാരണഗതിയിൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയുക. ഇന്നും അത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇവിടെ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുകയും ചെയ്തത്. പക്ഷേ അവിചാരിതമായി ഒരു സ്ഫോടനം ഉണ്ടാവുകയായിരുന്നു. മാത്രമല്ല ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ആ സ്പോട്ടിൽ നിന്ന് നോക്കിയാൽ തന്നെ കാണാം പാടത്തിന്റെ പല ഭാഗങ്ങളിലായി ഈ തീ കത്തി അമർന്ന പ്രദേശങ്ങളുണ്ട്. അതായത് ഈ വെടിപ്പുരയ്ക്ക് തീ പിടിക്കുകയും അവിടെ നിന്ന് ഈ വെടിക്കോപ്പുകളും മറ്റും തെറിച്ച് മറ്റേ പാടത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് എത്തുകയും ആ ഒരു പ്രദേശങ്ങളിലും തീ പിടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കടക്കം കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ആ പ്രദേശവാസികളടക്കം പോകേണ്ടതുണ്ട്. കൂടുതൽ